ഒന്ന് ശ്രമിച്ചാലോ? വളരെ ഈസി ആയിട്ട് ഫോണിലൂടെ നമുക്ക് എങ്ങനെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാം എന്നാണെങ്കിൽ ഓൺലൈനിൽ ഇന്ന് ഫ്ലയർ മേക്കർ എന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ കയറി ഫ്ലയർ മേക്കർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിൽ മൂന്നാമതായി കാണുന്ന ഈ ലോഗോയുള്ള ഫ്ലയേഴ്സ് പോസ്റ്റർ മേക്കർ ഗ്രാഫിക് ഡിസൈൻ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഭംഗിയുള്ള പോസ്റ്റർ നമുക്ക് ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നാം ഫോണിലെ ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് നമുക്ക് തന്നെ ആവശ്യാനുസാരം നല്ലൊരു പോസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നമ്മളെ ഫോൺ ലോഞ്ചറിൽ തന്നെ ഫ്ലയർ മേക്കറിൻ്റെ ലോഗോ ഉള്ള ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കയറാം. ഈ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പരസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് സ്കിപ്പ് ചെയ്ത് നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാവുന്നത്. ഏറ്റവും അടിയിൽ ടെംപ്ലേറ്റ്സ്, ക്രിയേറ്റ്, കാറ്റഗറി, സെർച്ച്, മൈ ഡിസൈൻ എന്നിങ്ങനെയുള്ള 5 ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഇതിൽ കാണുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ നവംബർ 14 ശിശുദിനമാണ് വരുന്നത്. ശിശുദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ കാറ്റഗറി എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്ത് എഡ്യൂക്കേഷനിൽ നമുക്ക് ഡയറക്റ്റ് എൻ്റർ ആവാം. ഈ എഡ്യൂക്കേഷനിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണാം. മേലെയുള്ള ടെംപ്ലേറ്റുകളൊക്കെ ഫ്രീ ടെംപ്ലേറ്റുകളാണ്. എന്നാൽ 1, 2, മൂന്നാമത്തെ 4ാമത്തെയും ടെംപ്ലേറ്റിന് ശേഷം വരുന്ന ടെംപ്ലേറ്റുകൾ ഈ അടിയിൽ പ്രോ എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാം. ഈ പ്രോ എന്നുള്ള ബട്ടൺ ഉള്ള എല്ലാ ടെംപ്ലേറ്റ്സുകളും നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ എഡിറ്റ് ചെയ്ത് ഡിസൈനിങ് ഭംഗിയാക്കാൻ സാധിക്കുള്ളൂ. ഇതിനായിട്ട് 12 മന്തിലേക്ക് 2100 രൂപ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 6 മാസത്തേക്കാണെങ്കിൽ 1400 രൂപ എന്നിങ്ങനെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിസൈനിങ് നമുക്ക് നമ്മുടെ സ്വന്തമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഫ്രീ ടെംപ്ലേറ്റ്സുകൾ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അടിയിൽ ടെംപ്ലേറ്റ്, ക്രിയേറ്റ്, കാറ്റഗറി, സെർച്ച്, മൈ ഡിസൈൻ എന്നുള്ള ഈ ബട്ടണിൽ നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് ടെംപ്ലേറ്റിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റുകൾ നമുക്ക് കാണാം. ഇനി നമുക്ക് ആവശ്യാനുസാരം നമ്മുടെ സൈസ്, കസ്റ്റം സൈസ്, സ്റ്റാൻഡേർഡ് ഫ്ലയർ സൈസ്, ഇനി ഇൻസ്റ്റഗ്രാമിലേക്കുള്ള പോസ്റ്റർ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ നമുക്ക് തംബ്നെയിൽ ഒക്കെ നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കാറ്റഗറി എന്നുള്ള ബട്ടണിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഏതാണോ, ഇപ്പം ഫാഷനാണോ, എഡ്യൂക്കേഷനാണോ, ഫിറ്റ്നസ് ആണോ, ഇനിയിപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിഡ്സിനുള്ളതാണോ, ക്ലീനിങ് സർവീസിനാണോ, ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഏതാണോ നമ്മുടെ ആവശ്യം അതിനനുസരിച്ചുള്ള പോസ്റ്റർ നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ സെർച്ച്, ഇതിലൂടെ നമുക്ക് ഏതാണോ നമ്മുടെ ടേസ്റ്റ് എന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇത് മൈ ഡിസൈൻ ഞാൻ നേരത്തെ ചെയ്തു വെച്ച നമുക്ക് പോസ്റ്ററുകളെ നമുക്കിതിലൂടെ കാണാവുന്നതാണ്. അപ്പം എന്തായാലും ശിശുദിനമാണ് വരുന്ന ഒരു ഒക്കേഷൻ. അപ്പോൾ നവംബർ 14 ശിശുദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിനായിട്ട് ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ആദ്യമായിട്ടൊരു ഫ്രീ ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം.
ഞാൻ എടുത്ത ഓപ്ഷൻ ഇപ്പോൾ കിഡ്സാണ്. കിഡ്സിൽ ഇതൊക്കെ പ്രോ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് പേയ്മെൻ്റ് ഇല്ലാതെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഫ്രീ ടെംപ്ലേറ്റ് ആണ്. ഫ്രീ ടെംപ്ലേറ്റിലെ ഈ ടെംപ്ലേറ്റ് ഞാൻ തൽക്കാലം ഒന്ന് സെലക്ട് ചെയ്ത് അതിലാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. ഈ ആഡ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഈ ഏറ്റവും അടിയിൽ എഡിറ്റ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ആവശ്യമില്ലാത്ത ടെക്സ്റ്റുകൾ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ക്രമീകരിക്കാം, വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും. ആവശ്യമില്ലെങ്കിൽ ഇതിനെ ഈ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. കിഡ്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്തോളാം. അതിനുശേഷം ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മുടെ സ്കൂളിൻ്റെ പേരോ എന്താണോ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ പേര് ഏതാണോ അത് നമുക്ക് അവിടെ ആവശ്യാനുസാരം ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ വലുപ്പം ക്രമീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ നമുക്ക് ആവശ്യാനുസാരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ശിശുദിനാഘോഷ പരിപാടികൾ, ശിശുദിനാഘോഷം, ഇതിൻ്റെ വലുപ്പം ക്രമീകരിച്ച് നമുക്കിവിടെ ക്രമീകരിക്കാം. സ്കൂളിൻ്റെ പേര് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കി നമുക്ക് ഭംഗിയാക്കാം. ഇനി ഇവിടെ നമുക്ക് ഡേറ്റ്, നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ആഡ് ടെക്സ്റ്റ് എന്നുള്ള അടിയിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ലോഞ്ച് ചെയ്യിക്കാം. അതിന് കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ കളർ സെലക്ട് ചെയ്യാം. കളറ് ഫോണ്ട് നമുക്ക് മാറ്റാം. നവംബർ 14 എന്നുള്ളതിൻ്റെ ഫോണ്ട് മാറുന്ന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റങ്ങൾ വരുത്തി ഭംഗിയാക്കാം. ഇനി ഈ ഫോട്ടോ നമുക്കിവിടെ ഇതിന് പകരം ഒരു ചാച്ചാജിയുടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനായിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിട്ടുള്ളതോ ഇനി നമുക്ക് ശിശുദിനമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ നമുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിശുദിനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. ശിശുദിനം പോസ്റ്റർ ടെംപ്ലേറ്റ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഒരുപാട് പോസ്റ്റേഴ്സ് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലാവശ്യമായിട്ടുള്ളത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജുകളെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ക്യാപ്ചർ ഇമേജ് എന്നാൽ നമുക്ക് സ്പോട്ടിൽ ക്യാപ്ചർ ചെയ്തെടുക്കാം. ക്യാമറ ഉപയോഗിച്ചിട്ട് ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ ചൂസ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്മുടെ ചാച്ചാജിയുടെ ഫോട്ടോയോ എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് ക്രോപ്പ് ചെയ്യാം. ആവശ്യമായിട്ടുള്ള വലുപ്പം ക്രമീകരിച്ചുകൊണ്ട് നമുക്കിതിനെ ക്രോപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത അത്രയും ഭാഗം നമുക്ക് ലഭ്യമാവും. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ആഘോഷ പരിപാടികളിലെ കാര്യക്രമങ്ങളെ നമുക്ക് ഇതിൽ ക്രമീകരിക്കാൻ സാധിക്കും.
ഇതിനായിട്ട് നമുക്ക് ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ ശിശുദിന പരിപാടികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനെ ഒന്നുകൂടെ ഫോണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാം. ഇഷ്ടമായിട്ടുള്ള ഫോണ്ടുകളെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്താൽ ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റം വരുത്തി ഇതിനെ നമുക്ക് ഭംഗിയാക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ